നാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത് സ്പോർട്സ് മീറ്റ് നാളെ ഫെബ്രുവരി 10 തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. ആദ്യമായി നടക്കുന്ന സ്പോർട്സ് ഐറ്റം നീന്തലാണ്. തൃശ്ശൂർ അക്വാട്ടിക് ക്ലബിൽ വെച്ചാണ്, അക്വാട്ടിക് ക്ലബ് നീന്തൽ കുളത്തിൽ വെച്ചാണ് നീന്തൽ മത്സരങ്ങൾ നടക്കുന്നത്. നീന്തൽ മത്സരം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ VP ജഗതിരാജാണ്. വൈസ് ചാൻസലർ VP ജഗതിരാജ് ഉദ്ഘാടനം ചെയ്യും. ഈ മത്സരങ്ങളിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മത്സരങ്ങളിൽ 450 നീന്തൽ താരങ്ങൾ, നീന്തലിലും വാട്ടർ പോളോയിലുമായി 450 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. തൃശ്ശൂരിൽ തന്നെ വോളിബോൾ മത്സരങ്ങൾ, വോളിബോൾ ചാമ്പ്യൻഷിപ്പും തൃശ്ശൂരിലാണ് നടക്കുന്നത്. അത് ഫെബ്രുവരി 17-നാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വോളിബോൾ കോർട്ടിൽ ആണ് വോളിബോൾ മത്സരങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ വോളിബോൾ ഗ്രൗണ്ടിലാണ് വോളിബോൾ മത്സരങ്ങൾ നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ഷറഫ് അലിയാണ്. ഷറഫ് അലി നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന ആളാണ്. സ്പോർട്സ് രംഗത്ത് വളരെയധികം പെർഫോമൻസ് കാണിച്ചിട്ടുള്ള ഷറഫ് അലിയാണ് വോളിബോൾ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് അത്ലറ്റിക് മത്സരങ്ങൾ തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. തൃശ്ശൂരിൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത്. മാർച്ച് 22-23 തീയതിയിലാണ്. അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങളും 24-25 മാർച്ച് 24-25 തീയതിയിൽ എറണാകുളത്താണ് നടക്കുന്നത്. ഈ മത്സരങ്ങളിലാകെ കുട്ടികൾ പങ്കെടുക്കുന്നത് 4071 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കൊച്ചു കുട്ടികളല്ല ഉള്ളത്. 17 വയസ്സ് മുതൽ 75, 76, 80 വയസ്സ് ആയ ആളുകൾ വരെയുണ്ട്. PG കോഴ്സിനും ഡിഗ്രി കോഴ്സിനും എല്ലാം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കോളേജിൽ പോകാൻ കഴിയാത്ത, എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന, വിരമിച്ച റിട്ടയർഡായ ആളുകൾ, അവരടക്കം ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ്. അവരും പങ്കെടുക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം. അങ്ങനെയാണ് വലിയൊരു സംഖ്യ, 4000-ന് പുറത്ത് മത്സരാർത്ഥികൾ ഈ സ്പോർട്സ് മേളയിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ വർഷം 1ാമത് സ്പോർട്സ് മേള തിരുവനന്തപുരത്താണ് നടത്തിയത്. അതിൽ പങ്കെടുത്തതിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം സ്പോർട്സ് താരങ്ങൾ ഈ 2ാമത് സ്പോർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയാണ്. പിന്നെ ഈ സ്പോർട്സ് രംഗത്തെ സംബന്ധിച്ചിടത്തോളം കലാശാല വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കളിസ്ഥലങ്ങളും പിന്നെ അതേപോലെ സ്റ്റേഡിയങ്ങളും നീന്തൽ കുളങ്ങളും എല്ലാം ഇല്ലാത്ത, നീന്തൽ കുളങ്ങളും സ്റ്റേഡിയങ്ങളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും എല്ലാം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ അതിൽ ഏതാണ്ട് ഒരു 75-80% ഇന്ന് പ്രവർത്തനക്ഷമമല്ല. പലതും അറ്റകുറ്റപ്പണികൾ നടത്താതെ ഉപയോഗശൂന്യമായി കിടക്കും. നീന്തൽ കുളങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല പഞ്ചായത്തുകളിലും 150-150ഓളം നീന്തൽ കുളങ്ങൾ കേരളത്തിൽ വിവിധ പഞ്ചായത്തിൽ, അതിൽ 90% ഇന്ന് ഉപയോഗശൂന്യമാണ്. അതൊന്നും ശരിയാക്കി പിന്നെ ആവശ്യമായ മെയിൻ്റനൻസ് നടത്തി അത് പ്രവർത്തിപ്പിക്കുന്നതിന് ഇന്ന് പഞ്ചായത്തുകൾ കഴിയുന്നില്ല, അതിനെ സഹായിക്കാൻ ഗവൺമെന്റിനും കഴിയുന്നു. അതുകൊണ്ട് ഈ കായിക മേഖലയിൽ ആവശ്യമായ കളിസ്ഥലങ്ങൾ, കളിക്കളങ്ങൾ, നീന്തൽ കുളങ്ങൾ പോലുള്ള ഈ പരിശീലനത്തിന് വേണ്ട സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് പരിഹാരം കാണേണ്ടത് പ്രധാന ഗവൺമെന്റ് തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സഹായത്തോടു കൂടിയ ഈ പ്രശ്നത്തിന്, ഗുരുതരമായ പ്രശ്നമാണ്. ട്രെയിനിങ് നടത്താൻ, പരിശീലനം നടത്താൻ സ്ഥലമില്ല. ഗെയിംസിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നീന്തൽ മത്സരം നടത്താൻ ഞങ്ങൾ തിരുവനന്തപുരം മുതൽ തിരക്കി ഒരു സ്വിമ്മിംഗ് പൂൾ എടുക്കാൻ. തിരുവനന്തപുരത്ത് പെരപ്പങ്കോട്
നീന്തൽക്കുളമുണ്ട്. പക്ഷെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പരപ്പംകുളം എത്താൻ ബുദ്ധിമുട്ടാണ്. എറണാകുളത്തുണ്ടോ എന്ന് അറിയാം. എറണാകുളത്ത് ഒരു നീന്തൽക്കുളമില്ല, മറ്റു പല സ്ഥലത്തും ഇല്ല. ആകെ ഉള്ളത് ഈ തൃശ്ശൂരാണ്. അതാണ് നീന്തൽ ഇവിടെ വെച്ച് നടത്തിയാണ് 100 മീറ്റർ 50 മീറ്റർ നീളമുള്ള പലയിടത്തും നീന്തൽക്കുളങ്ങളുണ്ട്. 25 മീറ്ററേ ഉള്ളൂ നീളം. അതിന് നടത്താൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് ലെവൽ ഈ മത്സരങ്ങൾ നടത്തണമെങ്കിൽ 50 മീറ്റർ നീളമുള്ള നീന്തൽക്കുളങ്ങൾ വേണം. അത് ഇല്ല. ആകെ കേരളത്തിലാകെ 3-4 ആകെ ഉള്ളത്. എറണാകുളം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററിൽ പോലും ഒരു നീന്തൽക്കുളം ഇല്ലാത്ത സ്ഥിതി. വോളിബോൾ ഗ്രൗണ്ടും ഇല്ല. ഞങ്ങൾ വോളിബോൾ അവിടെ നടത്താൻ കഴിയുമെന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചു. സെന്റ് ആൽബർട്ട് കോളേജിൽ അല്ലേ മാത്രം ഒരു ഗ്രൗണ്ട്, അവിടെ വേറെ ചില അസൗകര്യങ്ങളുണ്ട്, അത് നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അപ്പൊ കളിസ്ഥലങ്ങളും മറ്റ് കളിക്കളങ്ങളും ഈ നീന്തൽക്കുളങ്ങളും ഒന്നും കേരളത്തിൽ, ഇതെല്ലാം പറയുന്ന സ്പോർട്സിന് വലിയ ഡെവലപ്മെന്റ് വന്നു എന്ന് പറയുന്നു. ഇതിനുള്ള സൗകര്യങ്ങൾ പോലും ആവശ്യമായ ഗ്രൗണ്ടുകളും മറ്റ് കളിക്കളങ്ങളും ഇല്ലാത്ത ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റൊരു കാര്യം, സ്പോർട്സ് താരങ്ങൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും എല്ലാം സ്പോർട്സ് സ്കോളർഷിപ്പ് സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഇന്റർ സ്കൂൾ ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും ഒക്കെ വിജയിക്കുന്ന വിദ്യാർത്ഥിക്ക് കൊടുക്കാൻ വേണ്ടി നേരത്തെ ഞങ്ങളെല്ലാം സ്റ്റുഡൻസ് ആയിരുന്ന കാലത്ത് 40 കൊല്ലത്തിന് മുമ്പ് തീരുമാനിച്ചു. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുറെ കാലം കൊടുത്തു. ഞങ്ങളെല്ലാം ആ സ്പോർട്സ് സ്കോളർഷിപ്പ് വാങ്ങിച്ചു. പക്ഷെ ഇന്ന് സ്പോർട്സ് കൗൺസിൽ ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല. ഗവൺമെന്റിന് അതിനുള്ള സംവിധാനമില്ല. വളരെ പെർഫോമൻസ് നടത്തുന്ന നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള ആളുകൾ കൊടുക്കുന്നു. അതിൽ കുട്ടികളും പെടും, വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. വിദ്യാർത്ഥികളും അല്ലാത്തവരും എല്ലാം ഒരുമിച്ച് ഒരു പൂളിലാക്കിയാണ് കൊടുക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് മാത്രം, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നല്ല പെർഫോമൻസ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിനുള്ള തീരുമാനം ഇവിടെ ഉണ്ടാവണം. അതിനുള്ള നടപടികൾ എടുക്കണമെന്ന് ഈ യൂണിവേഴ്സിറ്റിക്ക് അഭ്യർത്ഥിക്കാനാണ്. ഇതില് അല്ല, അതില് അക്കോട്ടിക്സ് ചിലപ്പോ നീട്ടേണ്ടി വരും. കൂടുതൽ 450 അങ്ങനെ നീട്ടേണ്ടി വന്നാൽ പിറ്റേ ദിവസം കൂടെ കൊണ്ടേ തീർക്കാൻ പറ്റും. വാട്ടർപോളോ അടക്കം ഉണ്ട്. വോളിബോൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നുന്നു. ഇതില് 17 രാവിലെ 8 മണിക്ക്. ഉദ്ഘാടനം രാവിലെ 8 മണിക്ക് തന്നെയാണ്. തിരിച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട്. 25 വയസ്സ് വരെ ഒരു വിഭാഗം, പിന്നെ 40 വയസ്സ് വരെ വേറൊരു വിഭാഗം, 40 മുതൽ 55 വരെ ഒരു വിഭാഗം, 55-ന് പുറത്തുള്ളവരെല്ലാം ഒരു വിഭാഗം. അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും നടത്തി തീർക്കാൻ. അതാണ് പ്രശ്നം. എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിലെ റീജിയണൽ ഡയറക്ടർ, യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ NA ജോജോ മോൻ, അതേപോലെ തന്നെ എറണാകുളം റീജിയണൽ ഡയറക്ടർ ശ്രീ ടോജോ മോൻ മാത്യു എന്നിവരാണ് പങ്കെടുക്കുന്നത്. മറ്റു കാര്യങ്ങൾ അത് കഴിയുമ്പോൾ റിസൾട്ട് തരാം. ഇല്ല, അവർക്ക് അസൗകര്യം അറിയിച്ചു. ഹരിദാസൻ